ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ നല്ല സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടുള്ള നമുക്കിത് സ്നാക്കായിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. കുട്ടിക്ക് ഇത് ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ പിറ്റേന്ന് ഇത് തന്നെ വേണമെന്നിട്ട് അവർ വാശി പിടിക്കും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയുള്ള റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വെളിയിട്ട് പോകാം. അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതിന് തന്നെ ആവശ്യമായിട്ടുള്ളത് 1/2 കപ്പോളം ഗോതമ്പ് പൊടി കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മൈദ എടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്, 1/2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി, മിൽക്ക് പൗഡറില്ലേ, അത് ചേർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും ചേർത്ത് കൊടുക്കണം, എന്നാൽ മാത്രമായിട്ട് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഈ ഒരു റെസിപ്പിക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതാ 1 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ഏലക്കായപ്പൊടി ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 1-2 തുള്ളി വെള്ള എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പാൽപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളം നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടി ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ച് നോക്കുക, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ചൂടുവെള്ളമൊന്നുമല്ല, നമ്മൾ സാധാരണ നോർമൽ വാട്ടർ പച്ചവെള്ളമാട്ടോ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെയാട്ടോ ഇതും ചെയ്യുന്നത്. നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ മാവ് റെഡി ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു പരുവത്തിലാട്ടോ ഇത് റെഡി ആക്കിയിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് കയ്യിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ ആക്കി കൊടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടി ചെറുതായിട്ടാട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ അധികം വലിപ്പമില്ലാത്ത ബോൾസാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലുതായിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ കുട്ടിയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കാണാനും നല്ല രസമായിരിക്കും ഇട്ടുണ്ടാകാൻ, അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കൊന്നുമില്ല, അന്നേരം തന്നെ നമുക്കത് ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും പിടിക്കൊന്നുമില്ല. നമ്മൾ ഏകദേശം 6 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പൊടി ഉപയോഗിക്കുന്നില്ല കേട്ടോ. നമ്മൾ പൊടിക്ക് പകരം ഓയിൽ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ബോൾസ് ആക്കി വെച്ചിട്ടുള്ള മാവ് എടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റായിട്ട് മാവ് കുഴച്ചെടുത്താൽ മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് പരത്തിയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ പരത്തിയെടുത്ത ഈ ഒരു മാവിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പഞ്ചസാര ചേർക്കണ്ട. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേൻ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി എടുക്കുന്നുണ്ട്. മടക്കി എടുത്തതിന് ശേഷം നമുക്ക് ഘനം കുറച്ചൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മളിത് അന്നേരം തന്നെ നമ്മളിതിങ്ങനെ പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ പരത്തി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പരത്തി എടുക്കുമ്പം ഒരുപാട് ശക്തി കൊടുത്തിട്ട് പരത്തണ്ട കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അമർത്തി ഇങ്ങനെ എടുത്താൽ മാത്രം മതി, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മുറിഞ്ഞു പോവേ. അപ്പോൾ ഇത് നമ്മൾ നല്ല നൈസായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളിത് ചൂടായിട്ട് വന്നിട്ടുള്ള പാനിലേക്ക് അത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പാനിൽ ഓയിലോ വെളിച്ചെണ്ണയോ ഗീയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം ബട്ടറോ ഓയിലോ ഗീയോ എന്താണെന്ന് വെച്ചാൽ ആക്കി കൊടുക്കാം കേട്ടോ. ഗീയോ ബട്ടറാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റിനാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് കളറൊന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പഞ്ചസാര ചേർത്തോളം തന്നെ പെട്ടെന്ന് അങ്ങ് കളർ മാറി വരും, പക്ഷേ ഉൾഭാഗം വെന്ത് കിട്ടാനും കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് 2 സൈഡ് നന്നായിട്ട് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുക്കായി വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് ചെറുതായിട്ട് പൊങ്ങി വരും. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പൊങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് 2 സൈഡ് നന്നായിട്ട് കളറൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മളിങ്ങനെ പ്രസ്സാക്കി കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ ചെറുതായിട്ട് പൊങ്ങി തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മക്കൾ ലഞ്ച് ബോക്സിൽ ഇനി ബാക്കി വെച്ചിട്ട് വരില്ല കേട്ടോ. അത് മൊത്തത്തിൽ അവർ കഴിക്കുകയും ചെയ്യും. പിറ്റേന്ന് ഇത് തന്നെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുക. അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള
അടിപൊളി ഒരു റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ. താങ്ക് യു.